കോഴിക്കോട് വോട്ടർ പട്ടിക ചോർന്നുവെന്ന പരാതിയിൽ റിപ്പോർട്ട് തേടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. നാദാപുരം, ചാത്തമംഗലം, തിരുവള്ളൂർ പഞ്ചായത്തുകളിലാണ് പരാതി ഉയർന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു വിവരങ്ങളുമായി. പ്രസാദ്, എപ്പോൾ മുതലാണ് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്? ഈ ഒരു പരാതി ഉയർന്നത് എപ്പോഴാണ്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, സാധാരണഗതിയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക, കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടത്. ഇതിനുള്ള പ്രവർത്തനങ്ങൾ അതാത് പഞ്ചായത്തുകളിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിമാരാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള പരാതി എന്ന് പറയുന്നത് ഈ 3 പഞ്ചായത്തുകളിൽ, കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, തിരുവള്ളൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെ ഇത്തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പട്ടിക ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിന് മുമ്പായി ചോർന്നു എന്നുള്ളതാണ്. CPM-നെതിരെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. അതായത് മുസ്ലിം ലീഗിന്റെ തദ്ദേശ ജനപ്രതിനിധികളുടെ സംഘടനയായ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് എന്ന സംഘടനയാണ് ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവർ പരാതി നൽകിയവർ പറയുന്നത് ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിന് മുമ്പ്, ഇപ്പോൾ ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാർഡ് വിഭജനം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ പല പഞ്ചായത്തുകളിലും 1-2 വാർഡുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ വാർഡിലും ആരൊക്കെയാണ് വോട്ടർമാർ എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം നേരത്തെ തന്നെ ഇത് ചോർത്തിയെടുക്കുന്നവർക്ക് കിട്ടുകയും അവരുടെ പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ ആരോപണമായി പറയുന്നത്. എന്തായാലും ഇതിനകത്ത് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയിൽ ആദ്യം ജില്ലാ കളക്ടറോടാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്.